ഈ പയറിനിട്ട് അവർ കൊണ്ടുപോയിട്ടുള്ളത്. പക്ഷെ അവർ സാധാരണ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഈ വട്ടം മുഴുവനും കൊണ്ടുപോയി. അതിന് കുഴപ്പമായത് എന്ന സമയത്ത് നല്ല വെയില വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ മുകളിൽ പൊത പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി എടുത്ത് കളയാം. കാരണം വേര് പിടിച്ച കാരണം പോലെ പിടിച്ച് വരാനേ പെട്ടെന്ന് ആവുക. പിന്നെ ഷായേട്ടൻ്റെ ഒരു കൈ മാത്രമല്ലേ ഉള്ളൂ ഇതൊക്കെ ചെത്താനായിട്ട്. നമ്മൾ പുറത്ത് കറിക്കുള്ള അത്രയും ഉപ്പേരി വയ്ക്കാനുള്ള അത്രയും നിത്യവേദനയ്ക്ക് നിൽക്കുന്നുണ്ട്. തന്നെ ഇപ്പം ഈ ഒരു മീൻ ചട്ടിയിൽ നോക്കിയേ, ഇങ്ങനെ ചുറ്റാലും ഒക്കെ സൗകര്യമുള്ളൊരു മീൻ ചട്ടി കേട്ടോ. നല്ല ചട്ടി. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോവാം. ആയോട്ടാ. ഇന്ന് വിശാഖം നാള്. അപ്പോൾ നമ്മൾ ഓണത്തെ വരവേൽറ്റുകൊണ്ട് ഇന്ന് 5 ദിവസമായി നമ്മൾ പൂക്കിടാലൊക്കെ ആയിട്ട് അങ്ങനെ വീണ്ടും ആ ഒരു ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയുള്ള തിരക്കുകളിലൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ അല്ലൂട്ടാ അല്ലു പണക്കുകൂട്ടിയൊക്കെ ആണെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ കയ്യിലേക്കൊക്കെ വന്നു തുടങ്ങിയില്ലേ പൊന്നോ. ഞങ്ങൾ പാൽ കുടിക്കും, മീമി തിന്നും ഇല്ലേ, എല്ലാം കഴിക്കൂല നമ്മൾ. എൻ്റെ സുങ്കിടി മോളാണ് ഇത്, സുന്തിരി മോള്. നമ്മുടെ പേളി എടുക്കണമൊക്കെ അതേ അടിയില്ലേ, പേളി അവിടെ എടുക്കുന്നുണ്ട്. അല്ലിപ്പോൾ അകത്താട്ടോ കൂടുതലും. അപ്പം ഞാൻ അകത്തേക്ക് കൊണ്ടുപോയിട്ട് അവൾക്ക് പാലൊക്കെ കൊടുക്കട്ടെ. പൊക്ക പൊண்ணു അകത്തേക്ക് പൊക്കോട്ടാ. ഇത് ഞാനുണ്ടല്ലോ കൂണാണ് കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പം എനിക്ക് കൂണ് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കൂണ് കണ്ടോ. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അമ്മയ്ക്ക് അവിടെ വീട്ടിൽ നന്നായിട്ട് കൂണ് ഈ വട്ടം നമ്മൾ പറമ്പിലൊക്കെ തന്നെ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ പൊടിഞ്ഞ് കുറേ കൂണ് കിട്ടി. അപ്പോൾ അമ്മ ഇതേപോലെ 2 ഐസ്ക്രീം പാത്രത്തിൽ എനിക്ക് തന്നു വിട്ടു കേട്ടോ. അപ്പോൾ അമ്മ ഇതൊക്കെ നന്നാക്കി വൃത്തിയാക്കി കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് വൃത്തിയാക്കിയിട്ടാണ് എനിക്ക് ഇങ്ങനെ തന്ന് വിട്ടിട്ടുള്ളത്, നുറുക്കിയിട്ടൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു ദിവസം ഞാനതെടുത്ത് വെച്ചു. പിന്നെ പിറ്റേ ദിവസം ഞാനിപ്പോൾ ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ തോന്നി നമ്മുടെ വീഡിയോയിലായിട്ട് വെക്കാമെന്നുള്ളത് കേട്ടോ. കാരണം എനിക്ക് കൂണ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു പ്രാവശ്യം അറിയാം, ഞാൻ കൂണ് കഴിച്ചിട്ട് എൻ്റെ ഈ ഒരു സൈഡ് വീർത്തത് അന്ന് കൂണ് കഴിച്ചത് കൊണ്ടാണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് എനിക്ക് അതിന് ഇൻഫെക്ഷൻ. പക്ഷെ അന്നത്തെ കൂണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ നല്ലൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് നമ്മൾ ഉണ്ടാക്കുന്ന കൂണാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് അറിയില്ല, ആ കൂണ് എനിക്ക് പറ്റിയില്ല. പക്ഷേ ഇതിപ്പോൾ അമ്മ എനിക്ക് ഞാൻ പറഞ്ഞൊരു 2 ഐസ്ക്രീം പാത്രത്തിൽ എനിക്ക് ഇതേപോലെ തന്ന് വിട്ടിട്ടും അമ്മ അതിൻ്റെ കൂടെ തന്നെ കറി വെച്ചിട്ടും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കറി വെച്ചത് ഞാൻ കഴിച്ചപ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ടായില്ല. പിന്നെ രണ്ടാമത് ഞാൻ ഇതേപോലത്തെ ഒരു ഐസ്ക്രീം പാത്രത്തിൽ ഞാനിവിടെ വെച്ച് കഴിച്ചു. ഞാനും ഷായേട്ടനെ കഴിക്കുള്ളൂ കേട്ടോ ഇവിടെ കൂണ്. മക്കൾക്കൊന്നും ഇഷ്ടമല്ല. പിന്നെ മക്കളിൽ ഒരാളുള്ളൂ ഇവിടെ. അപ്പോൾ അവരൊന്നും ഇഷ്ടമല്ല. പക്ഷേ കാലത്തോട്ട് വൈകുന്നേരം വരത്ത് ഞങ്ങളുടെ കറി കൂണായിരുന്നു. കാരണം ഇങ്ങനത്തെ കൂണ് വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു സമയത്തല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് അന്ന് കൂണ് വെച്ചതെന്ന് കാട്ടിയതായിട്ട് നല്ല ടേസ്റ്റിൻ്റെ ഇതെന്ന് വെച്ചപ്പോൾ കൂണ് ഞാൻ നന്നായിട്ടൊന്നും കൂടി കഴുകി എടുത്തിട്ടുണ്ട്. അമ്മ കഴുകിയിട്ട് കൊടുത്തു വിട്ടതാണ്, പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചതാണല്ലോ. അപ്പോൾ ഒന്നും കൂടി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇത്തിരിയോളം മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മളതിലേക്ക് ഒരു അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നോക്കി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കൈ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം നോക്കിയാൽ കൂണ് അമ്മ നന്നാക്കി തന്നിട്ടുള്ളത് എനിക്ക് ഇതേപോലെയാണ് കേട്ടോ. കണ്ടോ, നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല. കാരണം ഇതിൽ കഴുകി വാരി എടുത്തിട്ടില്ല. ആ വെള്ളം മാത്രം മതി, അല്ലാതെ വേറെ പുതിയതായിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഒരു 2 വിസിൽ വന്നോട്ടെ കേട്ടോ. കൂണിന് നല്ല വേവുണ്ട്. അപ്പോൾ നമുക്കിതാ തീ കത്തിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൂണ് ഇവിടെ ഇരുന്ന് വേവട്ടെ. പിന്നെ നമ്മുടെ എന്താ പറയുക കൂണ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ളൊരു എന്താ പറയുക സവോള എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു തുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ടെങ്കിലും ഇതൊരു 8 പൊറ്റ് വെളുത്തുള്ളി ആയിട്ടോ നമ്മൾ ഉപയോഗിക്കുള്ളൂ. പിന്നെ അതേപോലെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക് ആട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നാക്കി എടുക്കട്ടെ. നമ്മുടെ കുക്കർ 2 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇതും കൂടി ഇറക്കി വെക്കാൻ കേട്ടോ. അതിലത്തെ എന്താ പറയുക പ്രഷർ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് തുറക്കാനായിട്ട്. പക്ഷെ നമ്മുടെ അത്യാവശ്യം നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കി വരുന്നതോടുകൂടി തന്നെ നമ്മുടെ
എന്താ പറയുക ഇതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിയും കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ട് ഒന്ന് ചീനച്ചട്ടിക്ക് ഒന്ന് ചൂടാവട്ടെ. അതിന് ശേഷമായിട്ട് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ച് കൊടുക്കുള്ളൂ കേട്ടോ. ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്തേക്കായിട്ടും ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് ചൂടായി വന്നപ്പോൾ നോക്കി നമ്മൾ 2 പിഞ്ച് നമ്മുടെ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുള്ളത്. പെരിഞ്ചീരകം ഇതാ പൊട്ടി തുടങ്ങിയ സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ച് നമ്മുടെ ഒരു സബോള ഉണ്ടല്ലോ അതിട്ട് കൊടുക്കണം. സബോള ഒന്ന് ചെറുതായിട്ട് ഒരു ഗോൾഡൻ കളർ ആവണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. സബോളയൊക്കെ ഇട്ടിട്ട് ഇതാ ഇതേപോലെ ഗോൾഡൻ കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്താണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കണേ. അതായത് നമ്മുടെ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഇഞ്ചി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞത്, പച്ചമുളകും അതേപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാട്ടോ നമ്മൾ മുറിച്ചിട്ടിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്ക് ഒന്നും കൂടി വഴറ്റിയെടുക്കണം. കൂടെ തന്നെ നമുക്ക് ഇതിലേക്കുണ്ടല്ലോ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കാരണം നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ഇതിലും കൂടി ഇടുന്നുണ്ട്. അത് നമ്മളിതാ ഇങ്ങനെ നുറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ തക്കാളി വേണമെങ്കിൽ ഇടാട്ടെ. ഞാൻ ഇതിൽ തക്കാളി ഇട്ടിട്ടില്ല. നമ്മളിതാ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇതാ ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി. ഇതെല്ലാം ഇട്ട് ഈ പൊടികളിലേക്ക് ഒരു പച്ചക്കൂത്ത് പോട്ടെ. പിന്നെ കുരുമുളക് പൊടി, അതേപോലെ ഞാൻ മുന്നേ പറഞ്ഞപ്പോൾ തക്കാളി, പിന്നെ വേണമെങ്കിൽ മസാല ഇതൊക്കെ ഇടാം നമുക്ക് കൂണിൽ. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യണില്ല. എനിക്കിങ്ങനെ ഇതേപോലെ സിമ്പിളാണ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം കൂണ് വയ്ക്കുമ്പോൾ കേട്ടോ. പിന്നെ നമ്മുടെ കുത്തിപ്പൊടിയായിട്ട് ചെയ്യില്ലേ, അങ്ങനെയും കൂണ് വയ്ക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലത്തെ പൊടികളൊക്കെ ഇട്ടതാ ഒരു കുത്തൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതാ കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നോക്കിയേ നമ്മുടെ കൂണിതാ വെന്തിട്ടുണ്ട്. നമുക്കിങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഗ്രേവി ടൈപ്പിലൊക്കെ വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിലാണ് സബോളയ്ക്കും കുറച്ച് കൂടുതലും തക്കാളിയൊക്കെ ഇടുന്നുണ്ടോ. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ ഗ്രേവി ടൈപ്പിലല്ല വെക്കണേ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ ശരിക്കും കൂടുണ്ടല്ലോ, നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കണ പോലെ വറുത്തരച്ച് വയ്ക്കാം. അങ്ങനെ പല മോഡലും കൂണ് വയ്ക്കാം കേട്ടോ. എങ്ങനെ വെച്ചാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കൂണി. നമ്മുടെ കൂണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കൂണ് കറി റെഡിയായി. ഇനി നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങണം. പക്ഷെ മഴ ഇങ്ങനെ ചാരി ചാരി നിൽക്കണ്ട്. മഴയുടെ കുറവ് നോക്കിയിട്ട് വേണം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. കൂണ് റെഡി കഴിഞ്ഞപ്പോൾ ഏഷ്യായിട്ടൻ പറഞ്ഞു നമുക്കിന്ന് കട്ടൻ കാപ്പി വെച്ചാൽ മതി കൂണിൻ്റെ കൂടെ. അപ്പം അങ്ങനെ കാപ്പിക്ക് ആയിട്ടോ ഒന്ന് കഴിക്കാതിരിക്കണ കൂണ്. മറ്റേത് ഇത്തിരി ചാറോടേക്ക് വെച്ചിരുന്നത് ഒരു കുഴമ്പൻ രൂപത്തില് അങ്ങനെ കൂണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂണ് ഉണ്ടായി ഇങ്ങനെ കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ 2 ദിവസമൊക്കെ ആയിട്ടുള്ള കറികളായിരുന്നു കൂടുതലും. അല്ല അപ്പം അതൊരു മാറ്റം കാണുമ്പോൾ തോന്നിക്കും ചക്ക കൂട്ടാനാണ്. ചക്ക ശരിക്കും എനിക്ക് മറ്റേ നാളികേരം കൊത്ത് നാളികേരം കൊത്തൊക്കെ എടുക്കണ പോലെയൊക്കെ എനിക്ക് തോന്നിയത്. നല്ല രസമുള്ളത് ശരിക്കും വെറുതെ ഇങ്ങനെ കഴിക്കാനായിട്ട്. ശരിക്കും എല്ലാവരും ഇത് വെച്ച് നോക്കിക്കോളാം. ഞങ്ങളാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കൂണ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, സ്മിതയ്ക്ക് ഒരു പ്രാവശ്യം കൂണ് കഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ വെറുത്തത് മുഖം. അത് ഞാൻ പറഞ്ഞതില്ലേ. പക്ഷെ അത് നമ്മൾ പിന്നെ മേടിച്ച കൂണായിരുന്നു. ഇതിപ്പോൾ നാച്ചുറലായിട്ട് നമുക്കിങ്ങനെ ഓരോ സമയങ്ങളിൽ പറമ്പില് കൂണ് പൊട്ടാന്നൊക്കെ പറയില്ല, അങ്ങനെ പൊട്ടിയിട്ട് കിട്ടിയിട്ടുള്ളതായിട്ടത്. കുറേ കിട്ടിയാൽ മിക്ക പ്രാവശ്യം. ശരിക്കും രസമാണ്, വെറുതെ കഴിക്കാൻ നല്ല രസം. ഇത് വലിയ പണിയില്ല. പക്ഷെ അമ്മ നന്നാക്കി കൊണ്ടുവന്ന പണിയിലാണ്ടിരുന്നേ. കാരണം അമ്മ എനിക്കും അനിയനും ഒക്കെ നന്നാക്കിയേ. അപ്പം അതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി അമ്മയ്ക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഈ പറമ്പിലേക്ക് വന്നിട്ടുള്ളത് ഇന്ന് ചെറിയൊരു വെയിലിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പച്ചക്കറികളും പൊട്ടിക്കാനുണ്ട്. അത് മാത്രമല്ല നമ്മുടെ സൂഡോമോണക്സ് ഇട്ടാ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കവചൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കണം എല്ലാവർക്കും. എല്ലാ വട്ടത്തെ പോലെ പേളിക്കുട്ടി ഫ്രണ്ടിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് കേട്ടാ.
നമ്മുടെ വെണ്ട. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുമത്തെ വെണ്ട പൊട്ടിക്കുന്നത് കാട്ടി നല്ല ഇല ചുരുണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെണ്ടക്കായ പൊട്ടിക്കാൻ കിട്ടി. പക്ഷേ ഈ പ്രാവശ്യം അമ്മയ്ക്ക് ഉണ്ടായിരുന്ന വെണ്ട കണ്ട നമ്മുടെ തത്ത മകളാട്ടോ തിന്നിട്ടുള്ളത്. ദേ എല്ലാ വെണ്ട ഇവിടെ ഈ കണ്ടോ എല്ലാ തിമ്മത്തി തിന്നിട്ടുണ്ട്. അവിടെ കൊക്കിൻ്റെ ഡിസൈൻ നോക്കിയേ, ഈ ഒരു വെണ്ട അമ്മയ്ക്ക് നോക്കുമ്പോൾ അറിയാം കണ്ടോ ഡിസൈൻ കുറച്ച് തിന്നണേൻ്റെ. എന്നിട്ട് ഇതാ നോക്കി ഇതിൻ്റെ അടിയിൽ കാണാട്ടോ, അതിവിടെ ഒരു വെണ്ടയുടെ അടിയിൽ ദേ ഈ വെണ്ടയുടെ അടിയിലാണ് ഇതാ തിന്നിട്ട് ഇതിൻ്റെ മണികളൊക്കെ കൊഴിഞ്ഞെടുക്കണം. നോക്കിയേ കണ്ടോ, ഇതൊക്കെ വെണ്ടയുടെ കുരുക്കളുടെ ഏട്ടാ. അപ്പോൾ ഞാൻ വന്നപ്പോൾ ഞാൻ ഇതുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഓണൊക്കെയല്ലേ അത്യാവശ്യം സാമ്പാറിലേക്കുള്ള ഒരു വെണ്ടയ്ക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷയിലൊക്കെ വന്നത് ഇങ്ങോട്ട്. പക്ഷെ അവർ തിന്ന് പോയി. ഓണായിട്ട് അവരും കഴിക്കട്ടെ നല്ല പച്ചക്കറി. അപ്പോൾ ഞാൻ ഇത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഒന്ന് പുല്ല് ചെത്താം. ഇന്നലെ വന്ന് ഞാൻ കുറച്ച് ചെത്തിയിട്ടുണ്ടായിരുന്നു, ഇന്നിപ്പോൾ ഇത് കുറച്ച് ചെത്തി. അതേപോലെ ഇപ്പോഴത്തെ ഒരു സൈഡ് കൂടി ഉണ്ട് തടം ചെത്താനായിട്ട്. അപ്പോൾ അതും കൂടി ചെത്തണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നമ്മുടെ തത്തമ്മകൾ വെണ്ട മാത്രമല്ല കേട്ടോ അവർ കഴിച്ചുകൊണ്ടത്, പയറുണ്ടായിരുന്നു. നമുക്ക് ഓണപ്പയർ പൊട്ടിക്കാൻ കിട്ടിയായിരുന്നു. പക്ഷെ ആ പയറും അവർ തിന്ന് പോയിട്ടുണ്ട്, കുഞ്ഞീത് വരെ തിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് കാട്ടിത്തരാം. അവിടെ പുള്ളി ചെത്തിയിട്ട് ഈ ഒരു തടത്തിൽ നമ്മളിപ്പോൾ തന്നെ നട്ടു കൊടുക്കുന്നത് വെണ്ട തന്നെയാണ്. എങ്കിലും കൂടിയിട്ട് ഈ വെണ്ടേനെ കളയൂല കേട്ടോ. കാരണം അവരുടെ തലവശമൊക്കെ നല്ല കുഴപ്പമില്ല, ഉണ്ടാവാവുന്ന പൂവൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ആവശ്യത്തിന് ഓടി വന്ന 2 വെണ്ടക്കായ് കിട്ടുമല്ലോ. കാരണം മഴയായ കാരണം നമ്മളിപ്പോൾ കുറേ പണ്ടത്തെ പോലെ കുറേ പൊട്ടിക്കാനൊന്നും കിട്ടില്ല. പിന്നെ നമ്മൾ ഈ ഒരു തടത്തിലായാലും നമ്മളിതാ വെണ്ടത്തൈകൾ നട്ടു കൊടുത്തിട്ടുണ്ട്. തക്കാളി തൈ വെണ്ടത്തൈക്ക് തക്കാളി തൈ ഇതിനും ഭംഗിയിൽ നിൽക്കുന്നത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ നട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ സൂഡാമോണോക്സ് ഒഴിക്കുമ്പോൾ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ നമ്മുടെ പയർ തത്ത തിന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കാണിച്ചു തരാം കേട്ടോ. തിന്ന് പോയി. ഇപ്പം നോക്കിയേ, ദേ ഈ പയറാണ് അവർ തിന്ന് പോയിട്ടുള്ളത്. നമുക്ക് കുറേ പയർ പൊട്ടിക്കാൻ കിട്ടില്ല, പക്ഷെ നമുക്ക് ആവശ്യത്തിനുള്ള പയർ കിട്ടിയായിരുന്നു കേട്ടോ. കണ്ട ഇതേപോലെ ഇതെല്ലാം അത് തിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഈ പയറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു പയറാണ്, നല്ല രസമാണിത്. നമുക്ക് മെഴുക്ക് പൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഇങ്ങനെ ഇതിനിടയിൽ വല്ലതുണ്ടോ നോക്കട്ടെ ഞാൻ തിന്നാത്തത്. ഒരെണ്ണം ഇതേപോലത്തെ പയറായിരുന്നു, അത് നല്ല പച്ചപ്പയർ കേട്ടാ. ഈ പയറാണ് തിന്ന് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വട്ടം ഓണപ്പയർ പൊട്ടിക്കാൻ കിട്ടുമെന്ന് വിചാരിച്ചത് കിട്ടില്ല. കാരണം അത്രയും കുഞ്ഞീത് വരെ അവർ തിന്ന് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറത്ത് നോക്കിയേ, നല്ല പയർ തൈകൾ നല്ല ഭംഗിയിലൊക്കെ ഇത് അടുത്തത് വളർന്ന് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇന്നലേക്ക് നമുക്കിവിടെ നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇന്നാണ് ഒരു മഴയില്ലാത്ത ദിവസം കിട്ടിയത്. പിന്നെ നമ്മുടെ നോക്കിയ കൂർക്ക നമ്മൾ ഇവിടെ കൂർക്കത്തല നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഇതാ വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ അന്ന് നമുക്ക് കൂർക്കത്തല നടുന്ന സമയത്ത് നല്ല വെയില വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ മുകളിൽ പൊത പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി എടുത്ത് കളയാം, കാരണം വേര് പിടിച്ച കാരണം. പിന്നെ ഇപ്പോൾ നല്ല മഴയുടെ അന്തരീക്ഷം വീണ്ടും വന്നിട്ടുമുണ്ട്. നമ്മൾ ഈ മതിലെടുത്തിടുക, എന്നിട്ട് വെയിൽ കാണുന്ന സമയത്ത് കുറേശ്ശെ കത്തിക്കുക അവിടെ. കാരണം കാട് അതേപോലെ പിടിച്ച് വരാണേ പെട്ടെന്ന് ആവുക. പിന്നെ ഷായേട്ടൻ്റെ ഒരു കൈ മാത്രമല്ലേ ഉള്ളൂ ഇതൊക്കെ ചെത്താനായിട്ട്, നമ്മൾ പുറത്തുനിന്ന് ആരും നിർത്താത്ത കാരണം. അപ്പോൾ ഓരോ ഭാഗം ഷായിട്ട് ചെത്തി വൃത്തിയാക്കി വരുമ്പോഴേക്കും ഓരോ ഭാഗത്ത് പുല്ല് വരും. എനിക്ക് പറ്റുള്ള ഭാഗത്ത് ഞാൻ എൻ്റെ കുഞ്ഞു കൈക്കോട്ടുണ്ട് ഞാനൊന്ന് കളച്ചൊക്കെ വൃത്തിയാക്കൂട്ടെ. അതും കൂടുതൽ ഞാൻ കളയ്ക്കുക, നമ്മളിങ്ങനെ വെച്ചിട്ടുള്ള എൻ്റെ ഇടയിൽ പുല്ലൊക്കെ വരുമല്ലോ, അങ്ങനത്തെയാണ് ഞാൻ കൂടുതലും കളിക്കുക. ഇത്രയും കാട് പോലെ നിൽക്കുന്നത് ഷായിട്ട് സമ്മതിക്കില്ല എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പം ഇനി നമ്മുടെ വെണ്ടയുടെ കയ്ക്കത്തെ പുല്ല് വേഗം ചെത്തി നട്ടട്ടെ. മഴ വരുമ്പോഴേക്കും നമുക്ക് കവചൊക്കെ ഒന്ന് തെളിച്ച് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ട്. ഇത്തിരി നേരം ഒന്ന് പിടിച്ച് കിട്ടുകയാണെങ്കിൽ നമ്മുടെ മുളകും തൈകളൊക്കെ ഇപ്പോൾ നന്നാവണുണ്ടേ.
ഇതേപോലെ പുല്ലില്ലാതെ ആക്കിയിട്ടാണ് നമ്മൾ നട്ടു കൊടുക്കുക. എന്നിട്ട് പോലും പുല്ലിങ്ങനെ മുളയ്ക്കും. ഇനിയിപ്പോൾ ഈ ചെത്തിക്കുട്ടി പുല്ല് ഇപ്പം തന്നെ കൈ കൊണ്ട് കുടഞ്ഞിട്ടുള്ളൂ കേട്ടാ. മണ്ണ് ഇവിടെ തന്നെ കിടക്കും. നമ്മളിതാ ഒന്നെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ ആക്കി അല്ലെങ്കിൽ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ആ പുല്ല് മാത്രമായിട്ട് നമുക്കിങ്ങനെ കിട്ടും. കണ്ടോ എന്ത് സുഖമായിട്ടാണ് എനിക്ക് കൈക്കോട്ട് കൊണ്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ കിട്ടണത്. പുല്ല് വരണ്ടുമ്പോൾ കണ്ടോ. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കുടയുക. ഗ്ലൗസ് ഇടുകയാണെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. എനിക്ക് ഗ്ലൗസ് കൊണ്ട് ചെയ്യുമ്പോഴേ 4 വട്ടം ഇങ്ങനെ വലിക്കുമ്പോൾ ഗ്ലൗസ് നാശമാവുക. പിന്നെ കാലുള്ള ഗ്ലൗസ് ഇടുമ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കൈ കൊണ്ട് കുടഞ്ഞെടുക്കണം. ഒരു വൃത്തിയും കിട്ടണില്ല. കൈ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ. അപ്പുറത്ത് കൂടി ഉണ്ട് കുറച്ച് പുല്ല്. നേരത്തെ ഇങ്ങനെ ഇടയ്ക്കിലേക്ക് ഇടുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്കിവിടെ മത്ത പടരുന്ന കാരനാണ് നമ്മൾ ഈ ഒരു അരുവശത്തെ കാട് നശിപ്പിക്കാത്തത്. കാരണം അത് ചിലപ്പോൾ പിടിച്ച് വലിക്കുമ്പോൾ മത്തയുടെ വള്ളിയൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോരും. അപ്പോൾ മത്ത ഉണ്ടായി തുടങ്ങിയിട്ടാ. തന്നെ മുളച്ച മത്തയാണ് നമ്മളിത്. കാരണം നമ്മുടെ വളപ്പിൽ ആദ്യം ഇതേപോലെ നല്ലൊരു ഭംഗിയാണ്. ഈ മത്ത വലുതായി വരുമ്പോൾ പ്രത്യേക ഷേപ്പായിരിക്കും. അപ്പോൾ ഇത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതാ അവിടെ ചെറുതേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കാട്ടിത്തരാം കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ളതായിട്ടുണ്ട്. ദേ കണ്ടോ ആയിട്ടുണ്ട്. പക്ഷേ മണ്മയ്ക്കാവുക. അപ്പോൾ മത്തിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തിട്ടാണെങ്കിൽ നമുക്ക് പയറിന് വടി കുത്തി കൊടുക്കാറായിട്ടുണ്ട്. അത് കുത്തി കൊടുക്കട്ടെ. പിന്നെ നമ്മുടെ തത്തമ്മയ്ക്ക് നമ്മളെ എന്താ പറയുക, തത്തമ്മ വന്ന് വെണ്ടയും പയറൊക്കെ തിന്നുന്നുണ്ട്. പക്ഷേ ഇതിനൊപ്പം അവർക്ക് ഇതൊന്നും തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാറുണ്ട് ഇവർക്ക് നമ്മൾ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ നിർത്തി കൊടുക്കും. ഒന്നെങ്കിൽ വാഴയോ അല്ലെങ്കിൽ പപ്പായയോ എന്തെങ്കിലും. അപ്പോൾ നോക്കിയാൽ പപ്പായ അവിടെ വെച്ച് കൊടുത്തിട്ട് ഒരു പപ്പായമത്തെ പപ്പായ മുഴുവൻ തിന്നണത് അവരാട്ടാ. എന്നിട്ട് നോക്കിയപ്പോൾ എന്നിട്ടാണ് അവരെൻ്റെ ഓണം വേണ്ട തിന്നു പോയത്. സാരില്ല. എന്തേ കണ്ടോ എത്ര പപ്പായ എന്നറിയത് നോക്കണേ. ഈ പപ്പായ നിസ്സാരക്കാരനല്ല. നല്ല ടേസ്റ്റുള്ള നല്ല പപ്പയാണ്. നല്ല രസമാണ്. കുരുല്ല ഇതിൽ 4-5 കുരു ഉണ്ടാവുള്ളൂ. ഭയങ്കര ടേസ്റ്റാണ്. എന്നിട്ട് പോലും നമ്മളവർക്ക് തിന്നാൻ കൊടുക്കുന്നുണ്ട്. എനിക്ക് പയർ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നെ പറ്റിച്ചവർ. ശരിക്കും നമ്മൾ പറമ്പിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് പറമ്പിൽ വരുമ്പോഴേ നമ്മൾ പ്രതീക്ഷിച്ചൊന്നാവില്ല. ചിലപ്പോൾ പറമ്പിൽ വരുമ്പോൾ കാണുക നമ്മൾ ഇന്നതുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ വരും. പക്ഷെ അതൊന്നും കിട്ടണമെന്നില്ല. അങ്ങനെയാണ്. ഇനിയിപ്പോൾ ഞാനിവിടെ കൊള്ളിയുടെ വടികൾക്ക് കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പയറിനൊക്കെ കുത്തി കൊടുക്കാം. അതൊക്കെ എടുക്കട്ടെ. ചെറിയതായിട്ട് നമ്മൾ അന്ന് വെട്ടി വെച്ചിട്ടില്ലേ, അതാണ് എടുക്കണേ. ഞാനേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഞാൻ നമ്മുടെ കൊത്തമ്പര നല്ലത് കാണിച്ചില്ലേ നേനാട്ടാ തൈ. ഇതും പൊടിച്ചു കൂട്ടാ. ഓരോ ചെറിയ കൊമ്പ് വന്നിട്ടുണ്ട് അവർക്കൊക്കെ. പിന്നെ പയറിന് കുത്തി കൊടുക്കട്ടെ. ഇത് കുറ്റിപ്പയറാ. കൂടുതൽ പടരൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊരു തട കിട്ടുക അത്രേ വേണ്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുത്തി കൊടുക്കണേ.
ഞാൻ അവിടെ കൂർക്കേരടുത്ത് ഒരു പയറിനെ കാണിച്ചില്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പുറത്തും പയറുണ്ടെന്ന്. ആ പറഞ്ഞ പയറാട്ടോ അത്. പയറ് തക്കാളിയൊക്കെ ഈ ഒരു സൈഡിൽ വെച്ച് കൊടുത്തോണം നമ്മൾ. പിന്നെ അപ്പോൾ നമ്മുടെ പയറിൻ്റെ വടി കുത്തി കൊഴുക്കൽ കഴിഞ്ഞു. ഇനി നമ്മുടെ തക്കാളിക്ക് സൂഡാമോണോക്സ് ഒഴിച്ച് കൊടുക്കട്ടെ. സൂഡാമോണോക്സ് ഒഴിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് തക്കാളിക്ക് കുറേ എന്താ പറയുക വേര് ചെയ്യുന്ന അസുഖങ്ങളൊക്കെ കേടുകളൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഇലയമിക്കും തെളിച്ച് കൊടുക്കണം സൂഡാമോണോക്സ്. ഞാൻ എടുക്കട്ടെ. ഇത് നമ്മുടെ അവിടുത്തെ പയറിന് കുത്തി കൊടുക്കാനായിട്ട് ഉപയോഗിക്കാം. സൂഡാമോണോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിക്കുന്നത് ഇതാണ് കേട്ടോ. കണ്ടോ, ഇതിൽ എഴുതിയിട്ടുണ്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. 20 ഗ്രാം എടുക്കുമ്പോൾ 1 ലിറ്റർ വെള്ളത്തിലാണ് കേട്ടോ അത് കലക്കേണ്ടത്. അപ്പോൾ അത് കലക്കിയെടുക്കട്ടെ. നമ്മുടെ ഈ സൂഡാമോണോക്സ് എന്ന് പറയുന്നത് നോക്കിയേ, ഈ കുമ്മായം പോലെ ഇരിക്കുക. കണ്ട വെള്ളപ്പൊടി ഇതേപോലെയായിട്ടിരിക്കുക. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ കലക്കട്ടെ. അത് മാത്രമല്ല, ഇത് കലക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തെളിയാണ് ഒഴിക്കേണ്ടത്. നന്നായി കലക്കുക, എന്നിട്ട് തെളി വരുമ്പോൾ മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇങ്ങനെ കലക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇരിക്കട്ടെ. അപ്പോൾ ഇത് തെളിയാവും. നമ്മൾ ഈ വാഴപ്പട്ടയുടെ ഈ ഉണങ്ങിയ ഇങ്ങനത്തെ എടുക്കുക. എന്നിട്ട് അതിൽ മുക്കിയിട്ട് അങ്ങോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കുടഞ്ഞ് എല്ലായിടത്തേക്ക് ആക്കാൻ പറ്റേ. ഇത് കണ്ടോ, ഇങ്ങനെ വെറുതെ മുക്കിയിട്ട് ഇങ്ങനെ തെളിച്ച് കൊടുക്കുക. താഴെ കൂടെ ഒക്കെ ഒപ്പം തന്നെ കടക്കിരിക്കുക. ഇതുകൊണ്ട് തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അത്രയും മതി. തക്കാളിയുടെ വളർച്ചയ്ക്കും കുരുടിപ്പിനും തണ്ട് ചെയ്യണതിനും ഒക്കെ ഇത് നല്ലതാട്ടാ. നമ്മുടെ തക്കാളിക്ക് മടി കുത്തി കൊടുക്കാൻ അറിയണ്ടിട്ടാ. ഇപ്പം തന്നെ കുത്തി കൊടുത്തില്ലെങ്കിൽ തക്കാളി പെട്ടെന്ന് വീഴും. ഇതിലടുത്ത ദിവസം വന്നിട്ട് വേണം തക്കാളിക്ക് വടി കുത്തി കൊടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ തക്കാളിക്ക്. അതേപോലെ മുളകിന് എന്ത് പച്ചക്കറികൾക്കും സൂഡാമോണോക്സ് തളിച്ചു കൊടുക്കാം കേട്ടോ. അത് നേർപ്പിച്ചിട്ട് വേണം. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. അത് കാരണം വീണ്ടും പറഞ്ഞ് നമ്മുടെ മുളകുണ്ട്, മുളകിനും കൂടി ഞാൻ തളിച്ചു കൊടുക്കട്ടെ. അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞു. ഇനി ബാക്കി കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് തളി എടുത്തിട്ട് വേണം നമ്മുടെ ഈ പയറിനും കൂടി അങ്ങനെ തളിച്ച് കൊടുക്കണം. ഇനി നമുക്ക് കവജ് തളിച്ച് കൊടുക്കാനുണ്ട്. കവജ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, കവജ് മണ്ണുത്തിൽ നിന്ന് മേടിക്കാൻ കിട്ടും. മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതുള്ളൂ കേട്ടോ. അത് ഗോമൂത്രം, കാന്താരിമുളക്, വേപ്പെണ്ണ, ബാർ സോപ്പ്, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്നതുള്ളൂ. അല്ലെങ്കിൽ മണ്ണുത്തിയെ പോയി കഴിഞ്ഞാൽ കവജ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കുപ്പിയിൽ മേടിക്കാനും കിട്ടും.
മണ്ണുത്തി കാർഷിക യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉണ്ട് കേട്ടോ. ഓ ഞാൻ മറന്നു, വെള്ളം ഒഴിക്കട്ടെ. നമ്മൾ സൂഡോമോണാക്സ് തെളിച്ചതിനൊന്നും നമ്മൾ കവച് തെളിച്ച് കൊടുക്കില്ല കേട്ടോ. രണ്ടും ഒരുമിച്ച് ചെയ്യില്ല. നമ്മുടെ ഒരു എന്താ പറയുക പടവലങ്ങയുണ്ട്. പടവലങ്ങയ്ക്കാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്നായിരിക്കും നമ്മൾ പുഴുവിൻ്റെ കേട് വരിക. ഇല തിന്നണ പുഴുക്കൾ വരും. പിന്നെ നമ്മുടെ നിത്യവഴുതനങ്ങ കേട്ടോ. നോക്കി നിത്യവഴുതനങ്ങ ഉണ്ടാവണമൊക്കെ പൊട്ടിക്കുകയാണെങ്കിൽ നമുക്കൊരു കറിക്കുള്ള അത്രയും ഉപ്പേരി വയ്ക്കാനുള്ള അത്രയും നിത്യവഴുതനങ്ങ നിൽക്കുന്നുണ്ട്. കണ്ട് നിറയെ ഉണ്ടായി തുടങ്ങി. പെട്ടെന്ന് നിറയും. ഇനി നമ്മുടെ വെണ്ട നടാനുണ്ട്. ഇനി അത് നടാം നമുക്ക്. കാരണം നമ്മളവിടെ വെണ്ടയുടെ പുള്ളി ചെത്തിട്ടു. അപ്പം തന്നെ നട്ടു കൊടുക്കണമെന്ന് വെച്ചത് ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. ഇനിയിപ്പോൾ അത് നടട്ടെ. നമ്മുടെ വെണ്ട ഒരു 2, 4, 6, 8 വണ്ടിയുണ്ട്. മുന്നേ വെച്ചിട്ട് ആ സൈഡിൽ വെച്ചതിൻ്റെ ബാക്കിയുള്ളതാണ് കേട്ടോ. വെണ്ടപ്പം വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒന്നും ഇട്ട് കൊടുക്കില്ല കേട്ടോ. ഇപ്പോൾ വെറുതെ എന്താ പറയുക മണ്ണ് മാതി നമ്മൾ നട്ടു കൊടുക്കും. ഒന്ന് എന്താ പറയുക തലയ്ക്കൊക്കെ ഒരു പൊടിപ്പ് വരുമല്ലോ, ആ സമയത്ത് മാത്രമാണ് നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ. എന്നോട് എല്ലാവരും പറയുന്ന കാര്യമാണ് തൈ വെക്കുന്നതും വളരുന്നതും എല്ലാതും കാണിക്കാൻ. അപ്പോൾ നമ്മുടെ ഓരോ വീഡിയോയിലും ഞാൻ എല്ലാതും കാണിക്കുന്നുണ്ട്. ഒന്നും കാണിക്കാതിരിക്കണില്ല കേട്ടോ. സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ കഴിഞ്ഞ വട്ടം എന്താണ് മുളകിന് ചെയ്തത്, ഓരോ വളർച്ച വരുന്നതിനൊക്കെ എന്താ ചെയ്തതെന്ന് ഓരോ തൈരും കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ കൊത്തമ്പര വെച്ചിട്ട് ഞാൻ കാണിച്ചില്ലേ, അതിന് വളം ഇട്ടിട്ടില്ലേ. ഇപ്പോൾ പൊടിപ്പ് വന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കും. അയ്യോ എന്താ പെളിക്കുട്ടി വീഴാൻ പോയോ? പാവ തടഞ്ഞവിടെ കാല്. വെണ്ടത്തൈന് നടൽ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ പറമ്പിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോവാണ്. ഞാൻ കുറച്ച് പയറും വെണ്ടയ്ക്കും പൊട്ടിക്കാണ്ടാന്ന് വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ നിന്നൊന്നും ഈ വട്ടം പൊട്ടിക്കണില്ല. ഇനിയുള്ള നമ്മുടെ എന്താ പറയുക ഓണത്തിലേക്കുള്ള സാധനങ്ങൾ നമ്മുടെ അവിടുത്തെ പറമ്പിലത്തെ കുമ്പളയും തക്കാളിയൊക്കെ ആയിട്ട് ഞാൻ അവിടുത്തെ പൊട്ടിക്കാം. കൈയൊക്കെ ഒന്ന് കരുതി നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. പേളിക്കുട്ടിക്കാണെങ്കിൽ മടുത്തു. നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് പോകാനും ഇഷ്ടമല്ല നമ്മുടെ അടുത്ത് നിന്ന്. അവളിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കും. അപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ അറിയാം മതി പോവാന്നുള്ള പോലെ അവളുടെ മുഖത്ത് എഴുതി വെച്ച പോലെ തോന്നും. നമ്മൾ പോവാന്നുള്ളൊരു വാക്ക് കേട്ടില്ലേ, അപ്പോഴേക്കും കണ്ട പേളിക്കുട്ടി ഫ്രണ്ടിൽ പോയി. അത്രയും അടുത്തവൾക്ക് കുറേ നേരമായിട്ടൊന്ന് പറമ്പിൽ വന്നിട്ട്. അപ്പം ഇനി നമ്മൾ വീട്ടിൽ പോവാ. ഈ വഴിക്ക് പോയാൽ മതി എന്ന് അങ്ങേക്ക് പോവാം.
പേളിക്കുട്ടിയുടെ ഒപ്പം എനിക്ക് നടക്കാൻ പറ്റില്ല കേട്ടോ. അവള് ഭയങ്കര സ്പീഡാണ്, ഞാൻ ഓടേണ്ടി വരും. നമ്മുടെ അല്ല് കിടക്കണ നോക്കിയേ, അടിച്ചു കണ്ടിരിപ്പോളൂ, അടിച്ചു കണ്ടിരിപ്പോളൂ. ഇതാരും പോലെ അത് അങ്ങോട്ട ഒക്കെ വരുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് പാലൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ ഇവളെ ഉറങ്ങിയിട്ട് പെട്ടെന്ന് വേണ്ടി പോകും. അപ്പോൾ അവളുടെ അടുത്ത് കൊണ്ടുവയ്ക്കും. അപ്പോൾ കഴിച്ചിട്ടാകുമ്പോൾ അവൾക്കൊന്ന് പുറത്ത് പോയാലും കുഴപ്പമില്ലല്ലോ വെച്ചിട്ട് ഇറങ്ങിക്കോട്ടെ. ഇന്ന് കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് വേസ്റ്റൊക്കെ എടുക്കാൻ വീട്ടിൽ വരും. അപ്പോൾ നമുക്ക് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കൂടുതലായിട്ടാ. അത് കൂടുതലും പ്ലാസ്റ്റിക് നമുക്ക് വരുന്നതിൻ്റെ കാര്യം അറിയോ, നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്ക് നമ്മൾ ആഴ്ചയിൽ 2 ദിവസമാണ് അവർക്കുള്ള ഫുഡ് നമ്മൾ കവറിലാക്കി വയ്ക്കുക. അപ്പോൾ 3 നേരം എടുക്കേണ്ട രീതിയിൽ ഓരോ കവറിലാക്കി വയ്ക്കും. അപ്പോൾ ദിവസം അങ്ങനെ 2-3 കവർ വെച്ചിട്ടുണ്ടാവും. ഇത് മേടിച്ച് കൊണ്ടുവരുമ്പോൾ കവർ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കിവിടെ വേസ്റ്റ് കൂടുതലാണ്. ഇന്നിപ്പോൾ 3 ചാക്ക് ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായി കൊടുത്തിട്ട്. മാസത്തിൽ ഒരു വട്ടമാണ് കേട്ടോ നമ്മൾ അവർക്ക് വേസ്റ്റ് കൊടുക്കുക. പിന്നെ ഈ വട്ടം 2-3 ചാക്ക് ഉണ്ടാവാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഓണൊക്കെ ഇപ്പോൾ ആകെ ഒന്ന് മൊത്തം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ വേസ്റ്റ് അങ്ങനെയും വന്നു. അവർ എപ്പോഴാണ് വരാമെന്നൊന്നും പറയില്ല. തലേ ദിവസം നമ്മുടെ അടുത്ത് വന്ന് എത്ര ചാക്കിട്ടെന്ന് ചോദിക്കും, പൈസ മേടിച്ച് പോവും. അപ്പോൾ എല്ലായിടത്തും ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ അവർ ഇന്ന് എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പം നമ്മൾ നമ്മുടെ ടൈമിനനുസരിച്ച് അത് അവിടെ ഒതുക്കി വയ്ക്കും. പിന്നെ അവർ വന്ന് കൊണ്ടുപോയിക്കോളും. എന്തത് അമ്മയുടെ പൊന്നു. അതെ, ഇവർക്ക് ഒരു ബിസ്ക്കറ്റ് കൊടുക്കുന്ന സ്വഭാവം ഉണ്ടേ. നമ്മളൊന്ന് പറമ്പിലത്തേക്ക് ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് വരുമ്പോൾ വാ കല്യാണി കുട്ടി ഇങ്ങോട്ട് വാ. ഇതാടാ എന്നോട് മെസ്സിക്കുട്ടാ. എന്ത് മെസ്സിക്കുട്ടനൊരു ദേഷ്യം എന്നാ എൻ്റെ മോൻ കഴിച്ചേ. എന്തിനാടാ മെസ്സിക്കുട്ടൻ? എന്താ മെസ്സിക്കുട്ടാ? മെസ്സിക്കുട്ടനാണല്ലോ നമ്മുടെ ഇപ്പോൾ റൊണാൾഡോയുടെ അടുത്ത് മുറിനാണ്. എൻ്റെ അമ്മീന്നാ മുറിലാനും നിൽക്കണ്ടാരും. കല്യാണി 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 കുട്ടി ഓടി അയ്യോ അങ്ങനെ. ഇനി ഞാൻ എൻ്റെ പണികളിലേക്ക് പോട്ടെ കേട്ടോ. നല്ല കുട്ടികളായിട്ട് ഇവിടെ ഇരിക്കട്ടാ. അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഹാപ്പി ആയിട്ടാ. കുറച്ച് കഴിഞ്ഞിട്ട് വരാം കേട്ടോ. എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. നമ്മളുണ്ടല്ലോ ഇനി ഒന്ന് പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോകാന്ന് പറഞ്ഞാൽ അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം നമ്മൾ ഓണം ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡ്രസ്സ് കിട്ടുക അതിനേക്കാളൊക്കെ എനിക്കിഷ്ടം എന്ന് പറയുന്നത് മൺചട്ടികൾ മേടിക്കുന്നിടത്തേക്ക് പോകല്. എല്ലാ വർഷവും ഓണത്തിന് ഞാൻ മേടിക്കാറുണ്ട്. അതായത് ഓണത്തിന് ഒരു സദ്യ വയ്ക്കുമ്പോൾ പുതിയൊരു മൺചട്ടിയിൽ വയ്ക്കുക. അതെൻ്റെ ഒരു നിർബന്ധമുള്ളൊരു കാര്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മൺചട്ടി മേടിക്കാൻ പോവുക. പിന്നെ അത് മാത്രമല്ല നമുക്ക് വീഡിയോയിലായാലും ചോദിക്കുന്നുണ്ട് സ്മിതേച്ചി എവിടെ നിന്നാണ് മൺചട്ടി മേടിക്കണേ എന്നുള്ള കാര്യമായിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞാൽ എവിടെ നിന്ന് നമ്മൾ മേടിക്കണേന്ന് നോക്കിയിട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോണേ, തൃശ്ശൂർക്കായിട്ട് പോണേ. നമ്മളപ്പോൾ ചട്ടി മേടിക്കാൻ വേണ്ടി എത്തിയിട്ടാണ്. അപ്പോൾ തൃശ്ശൂർ പാട്ടുരാക്കിലാണ് നമ്മൾ ചട്ടി മേടിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം എവിടെയാണെങ്കിൽ പാട്ടുരാക്കിലാണെങ്കിലും കണ്ടുപിടിക്കാൻ ഇത്തിരി കൂടി എളുപ്പമാണ്. നമ്മുടെ ബിസ്മിയുടെക്ക് നേരെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ സുധർമ്മ ഉണ്ട് ക്ലിനിക്ക്, അതിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ടായിട്ടോ വരിക. അപ്പോൾ മഴ പെയ്യണ കാരണം എന്താ പറയുക എപ്പോഴും തുടച്ചോണ്ടിരിക്കുക. ചട്ടികളൊക്കെ ഇങ്ങനെ എല്ലാത്തും തുറന്ന് വയ്ക്കാനൊന്നും പറ്റണില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ ഫസ്റ്റിൽ ഇങ്ങോട്ട് ഇരുന്നിരുന്ന സ്ഥലം നമ്മുടെ എവിടെയായിരുന്നു, ഇക്കണ്ട വയ റോട്ടിലായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ വർഷം കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഇവിടെ തന്നെ വന്ന് ഇങ്ങോട്ട് കയ്യിൽ നിന്ന് തന്നെ ചട്ടി മേടിക്കണം. കാരണം നമുക്ക് ഉപയോഗിച്ച് ശീലമുണ്ട്. എനിക്ക് ചട്ടിക്ക് കംപ്ലൈൻ്റ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ തന്നെ വന്ന് ചട്ടി മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആർക്കും മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കടയിലേക്ക് വന്നാൽ മതി. നല്ല ചട്ടികളുണ്ട്, ഞാൻ കുറേ കാണിച്ചു തരാം. മീൻ ചട്ടികളായാലും ഒക്കെ നല്ല നല്ല ചട്ടികളാണ്. ഇപ്പം ഈ ഒരു ചട്ടിയൊക്കെ നോക്കിയേ, നമുക്ക് കാളനൊക്കെ വയ്ക്കാൻ നമ്മൾക്കൊരു പ്രത്യേക ചട്ടികളുണ്ട്. നമ്മുടെ കാളൻ വയ്ക്കുന്ന ചട്ടി എടുത്തേ. അതെ, തുടക്കട്ടെ കേട്ടാ. കാരണം ഈ മഴ വീഴുമ്പോഴേ ഇങ്ങനത്തെ ചട്ടിയിലാണ് നമ്മൾ കാളം വയ്ക്കുക. അത് നമ്മുടെ പണ്ടേ മുതലേ നമ്മുടെ അമ്മമാരെ കാലത്ത് എല്ലാവരും ചെയ്യാൻ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ ഒരു ചട്ടി കണ്ടപ്പോഴും എനിക്ക് തോന്നി അത്യാവശ്യം ഒരു വെറൈറ്റി ഉള്ള പോലെ തോന്നി. ഒരു കുണ്ടൊക്കെ ഉണ്ട്, കാളനൊക്കെ വെക്കാൻ പറ്റും, ഇളക്കാനൊക്കെ പറ്റും തോന്നി കേട്ടോ. അങ്ങനെ നല്ല ഭയങ്കര ചട്ടിയാണിത്. ഇപ്പം ഈ ഒരു മീൻ ചട്ടിയിൽ നോക്കിയേ,
നമുക്ക് ഈ രണ്ട് സൈഡൊക്കെ ഒന്ന് പിടിക്കാനും ഇങ്ങനെ ചുറ്റാനും ഒക്കെ സൗകര്യമുള്ളൊരു മീൻ ചട്ടി കേട്ടോ. നല്ല ചട്ടി. മഴ പോയി, ഞാൻ എന്തെങ്കിലും ഒന്ന് കുട ചുരുക്കട്ടെ. കുടയില്ലാപ്പളേ നമുക്കെന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ ഇത് നല്ലൊരു ചട്ടിയാണ്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നോക്കി ചട്ടിക്കൊന്ന് മേടിക്കട്ടെ കേട്ടോ. അങ്ങനെ എല്ലാ തരം മോഡലുകളും ഉണ്ട് കേട്ടോ അവിടെ. ഇതൊക്കെ നോക്കിയേ, ഒരു കുഞ്ഞൊരു സാമ്പാറൊക്കെ വയ്ക്കണമെങ്കിൽ നമുക്കൊക്കെ പാകമുള്ള നല്ലൊരു ചട്ടി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മീൻ ചട്ടി മേടിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മീൻ ചട്ടിയുടെ വില 250 എന്ന് പറഞ്ഞ വില അധികമല്ല. കാരണം എന്താണെന്നറിയോ, എനിക്കറിയാം ഉപയോഗിച്ച് ശീലമുള്ള കാരണം നമുക്ക് അത്രയും ഈട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഏറ്റവും റേറ്റ് കുറവ് എന്ന് പറഞ്ഞിട്ട് എത്ര പൈസ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണേ? 130 മുതൽ തന്നെ തുടങ്ങണമൊക്കെ ഉണ്ട് കേട്ടാ. അച്ചടാ കുഞ്ഞു തൃക്കരപ്പ്. എനിക്ക് വലിയ തൃക്കരപ്പം വരെയുണ്ട്. നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കേട്ടോ, നന്നായിട്ടുണ്ട്. ഇതിനൊക്കെ എത്ര റേറ്റ്? ഈ വലിയ തൃക്കരപ്പന്റെ വില 250. ചെറുതിൻ്റെയോ? 3 ചെറിയ തൃക്കരപ്പനാണെങ്കിൽ 250 രൂപ. ഇത്രയും വലുത് ഒരെണ്ണമായിട്ട് എടുക്കുകയാണെങ്കിൽ 250 രൂപ. അങ്ങനെയൊക്കെ അല്ലേ. പിന്നെ ഇതൊക്കെ നോക്കിയേ, ഒരു കുഞ്ഞ് മോരൊക്കെ നമുക്ക് കാച്ചി വെക്കാം. കുഞ്ഞു കറികൾ നമുക്ക് രസമല്ലേ കാണാനായിട്ട്, വീട്ടിലൊക്കെ കുഞ്ഞിതൊക്കെ ആക്കി വയ്ക്കാനോ. പിന്നെ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല കേട്ടോ. ഞാൻ മേടിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചട്ടി മേടിക്കാൻ വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നതുകൊണ്ട് മാത്രം ഞാൻ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പം എൻ്റെ ചട്ടികളൊക്കെ അവിടെ പാക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് മേടിച്ച് കയറട്ടെ. ആ കാമ്പത്തി വയ്ക്കല്ലേ. തൃശ്ശൂർ റൗണ്ടിലൊക്കെ ഉണ്ടല്ലോ ഓണത്തിൻ്റെ തിരക്ക് തുടങ്ങിയിട്ട്, വണ്ടികളുടെ തിരക്കും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ്. വടക്കുന്നാഥ ക്ഷേത്രമാണ് കേട്ടോ കാണുന്നത്, തെക്കേ ഗോപുരം നട. അല്ലുമണിയെ നമ്മൾ പൂമ്പ കിടന്ന് ഉറങ്ങണതാ. അത് ചുക്കിട് പണി. എന്ത് പേടിച്ചോ പെട്ടെന്ന്? പേടിച്ചപ്പോന്നു ഞാൻ പാലൊക്കെ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. പാലൊക്കെ കുടിച്ചിട്ടുണ്ട്. ഉറങ്ങിയോക്കോട്ടോ. ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക. പകൽ ഫുള്ള് അതാണ് കേട്ടാ. മഴ ഉണ്ടെങ്കിൽ തീരെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ല, അപൂർവം ഇറങ്ങുള്ളൂ അവള്. ഇപ്പം എപ്പോൾ കിടന്ന് ഉറങ്ങണ ഉറക്കാന്നറിയോ? ഉറങ്ങിയോക്കോട്ടാ, ഉറങ്ങിയോക്കോ. ഞാൻ നമ്മൾ മേടിച്ച ചട്ടികളൊക്കെ ഇത് കാട്ടിത്തരാം. ഫേമാണ് ആൾക്ക്, ലൈറ്റില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനുണ്ടല്ലോ മേടിച്ച ചട്ടികൾ കാട്ടിത്തരാം കേട്ടാ. അതാ നോക്കിയേ, ഒരു കുഞ്ഞൊരു മീൻ ചട്ടി പോലത്തെ മേടിച്ചു കേട്ടാ. അതെ, പിന്നെ മേടിച്ചത് ഇത് ഓംപ്ലേറ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ മയക്കണം കേട്ടോ. അപ്പം ഞാനിത് മയക്കണതൊക്കെ കാണിച്ച് തരുന്നുണ്ട്. അപ്പം ഞങ്ങളൊരു ചട്ടി മേടിച്ചു. പിന്നെ മേടിച്ചത് ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടാ. പിന്നെ മേടിച്ചതാണ് നമ്മുടെ ഒരു മീൻ ചട്ടി കൂടി മേടിച്ചു. അപ്പോൾ ഇത്രയും ചട്ടികളായിട്ട് ഞാൻ മേടിച്ചത്. അപ്പോൾ ഞാൻ ചട്ടി മയക്കണതൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ചട്ടി മയക്കണ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം.